പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും എഴുന്നള്ളി വരുവാൻ വേണ്ടിയാണ് ഈ അത്ഭുത അൽത്താരയിൽ കോഴിക്കോട് കോൺവെന്റ് റോഡ് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നത്. നിങ്ങളുടെ ഭയങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുക, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കർത്താവ് ഇടപെടുക, നിങ്ങളുടെ സങ്കടങ്ങളുടെ മേൽ കർത്താവ് ഇടപെടുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരന്തരം കലഹങ്ങളുള്ള ഭവനങ്ങളിൽ കർത്താവ് പ്രത്യേകം ഇടപെട്ട് അത്ഭുതകരമായ വിടുതൽ കൊടുക്കുന്നതായിട്ട് അച്ഛന് കാണാൻ സാധിക്കുക. ഈ നിമിഷം തന്നെ 750 കുടുംബങ്ങളെ കലഹത്തിൻ്റെ ദുരാത്മാക്കളിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കുക. ഈശോ ഇങ്ങനെ കരമുയർത്തി ആ ദുരാത്മാക്കളെ ബന്ധിക്കുന്നത്, ശാസിക്കുന്നത്, ബഹിഷ്കരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുക. അത് മാത്രമല്ല, ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കുന്നുണ്ട്, തോറ്റുകൊടുക്കാനുള്ള കൃപ കൊടുക്കുന്നുണ്ട്, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കുന്നുണ്ട്, എല്ലാം പരിഹരിക്കാനുള്ള ആത്മബലവും ആത്മശക്തിയും കൊടുക്കുന്നുണ്ട്. പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ, യേശുവേ നന്ദി പറഞ്ഞ് അച്ഛനോടൊപ്പം പറഞ്ഞ് യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ ആരാധന, ദൈവമേ ആരാധന. കർത്താവ് ഈശോയെ, അവിടുന്ന് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ ദിവ്യകാരുണ്യ ഈശോ നിങ്ങൾക്ക് നൽകുന്ന ആത്മബലം. ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആകുലപ്പെടുകയോ അസ്വസ്ഥരാകുകയോ ചെയ്യേണ്ട. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് അതിശക്തമായ മെസ്സേജ് ലഭിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ ഇങ്ങനെ നിരന്തരമായ കിഡ്നി രോഗത്താൽ വളരെ അസ്വസ്ഥരായി, അവരുടെ സമ്പത്ത് തകർന്ന്, ജീവിതക്രമങ്ങൾ തകർന്ന്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് കർത്താവ് വിടുതൽ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ്, ശക്തനായ ദൈവത്തിൻ്റെ ആത്മാവ്, കൃപകളുടെ ആത്മാവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ്, രോഗശാന്തിയുടെ ആത്മാവ് അവരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരികയും അവരുടെ ഡയാലിസിസ് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് കാണുന്നു. പ്രത്യേകിച്ച് ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 350 പേരെ കർത്താവ് ഇപ്പോഴും വിടുതൽ കൊടുക്കുക. ഡയാലിസിസ് രോഗികളെ ആശ്വസിപ്പിക്കുക. പല വിധത്തിലാണ് ആശ്വസിപ്പിക്കുന്നത്. അവരുടെ കുടുംബത്തിൻ്റെ മേലുള്ള ദുഃഖങ്ങൾ, ഇരുട്ട്, മ്ലാനത, ഇതെല്ലാം കർത്താവ് എടുത്ത് മാറ്റുക. അതോടൊപ്പം തന്നെ ചില കുടുംബങ്ങളിൽ മക്കളുടെ മേലുള്ള കെട്ടുകൾ, അതൊരു ഇരുള് ബാധിച്ചിരിക്കുന്ന മക്കൾ പല വിധത്തിലാണ്. തെറ്റായ കൂട്ടുകെട്ടുകളിലൂടെ, മദ്യപാനത്തിലൂടെ, ലഹരിയിലൂടെ, തർക്കങ്ങളുണ്ടാക്കുന്ന, സന്തോഷിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ ദുഃഖം ബാധിച്ചിരിക്കുന്ന മക്കളെ കർത്താവ് കാണിച്ചു തരിക. ഒരു മേൽഗതി ഇല്ലാതെ, എന്ത് ചെയ്തിട്ട് ഒരു മേൽഗതി ഇല്ലാതെ വിഷമിക്കുന്നവർ, ഒരു വാതിലും തുറക്കുന്നില്ല, ജോലിയുടെ വാതിൽ തുറക്കുന്നില്ല, കല്യാണത്തിൻ്റെ വാതിൽ തുറക്കുന്നില്ല, ഒരു നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നില്ല. അവരുടെ മേൽ കർത്താവ് ഇടപെടുക. ഈശോ ഇപ്പോഴും ഇടപെടുക. ഡെലിവറൻസാണ് കൊടുക്കുന്ന. ഡെലിവറൻസ് എന്നാൽ വിടുതൽ കൊടുക്കുക. അവരുടെ മേൽ ഇതിന് കാരണമായിട്ടുള്ള നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും കൂടോത്രങ്ങളെയും അസൂയകളെയും കണ്ണുവെക്കലുകളെയും ശാപങ്ങളെയും കർത്താവ് എടുത്തു മാറ്റുക. നീ വിശ്വസിച്ചാൽ മതി. നീ വിശ്വസിച്ചാൽ നിന്റെ ഭവനത്തെ കർത്താവ് രക്ഷിക്കും, നിന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കും, നിന്റെ സങ്കടങ്ങൾ എടുത്തു മാറ്റും. നിന്റെ മകനും മകളും ലോകത്തിൽ എവിടെയാണെങ്കിലും അവരെ നീ ഇപ്പം സമർപ്പിച്ചാൽ മതി.
നീ അവർക്ക് വേണ്ടി ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഒറ്റ വിളിച്ചാൽ മതി, ഈശോയേ എന്ന് വിളിച്ചാൽ മതി. കാരണം വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് ഡെലിവറൻസാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് പിശാച് ബഹിഷ്കരണമാണ്. നിൻ്റെ മകനെ പിടികൂടിയ, നിൻ്റെ മകളെ പിടികൂടിയ, നിൻ്റെ ജീവിത പങ്കാളിയെ പിടികൂടിയ, നിൻ്റെ സഹോദരങ്ങളെ പിടികൂടിയ, നിൻ്റെ അയൽവാസികളെ പിടികൂടിയ ആ സാത്താനെ ബന്ധിക്കാനാണ് ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പം നിൻ്റെ കുടുംബത്തിലെ മേൽഗതി കൊടുക്കാതെ, നിൻ്റെ സ്ഥാപനങ്ങളെ ഉയരാൻ പറ്റാത്ത വിധത്തിൽ ബന്ധിച്ച് എപ്പോഴും നിരാശപ്പെടുത്തി, ഒരു രോഗം മാറുമ്പോൾ വേറെ രോഗം വരുന്ന വിധത്തിൽ നിന്നെ അസ്വസ്ഥമാക്കുന്ന, നിന്നെ ചിന്തിക്കുമ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതെങ്കിലും വിധത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനൻ, അസാധാരണമായ പ്രതിഭാസങ്ങളുണ്ടെങ്കിൽ അവയെയാണ് കർത്താവ് ഇന്ന് ബന്ധിക്കുന്നത്. നീ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും ഇന്ന് രക്ഷ പ്രാപിക്കുക. പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുക. ഇതൊരു വലിയ ഭാഗ്യമാണ്. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന രാവിലെ തന്നെ കേൾക്കാനുള്ള ഒരു വലിയ ഭാഗ്യമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് ഒരാത്മവിശ്വാസം കിട്ടുക, ഒരു ധൈര്യം കിട്ടുക. അവരൊറ്റക്കല്ല, ഇനി അവരൊറ്റക്കല്ല. കാരണം ദൈവം അവരുടെ കൂടെയുണ്ട്, ഈശോ അവരുടെ കൂടെയുണ്ട്, വിശുദ്ധ കുർബാന അവരുടെ കൂടെയുണ്ട്. എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ തകർക്കാനാണ് ദിവ്യകാരുണ്യ ഈശോ. ഈശോ എന്ന വാക്ക് തന്നെ ദൈവം രക്ഷിക്കുന്നുവെന്ന. ഇതാ നീ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിലേക്ക് പ്രത്യാശ കടന്നു വരുന്നു, സന്തോഷം കടന്നു വരുന്നു, പ്രതീക്ഷ കടന്നു വരിക. എല്ലാ കെട്ടുകളും ചങ്ങലകളും അഴിക്കപ്പെടുന്ന വലിയ അഭിഷേകം നിനക്ക് കിട്ടുക. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ വചനം പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ്. ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി ദൈവത്തിന് നന്ദി പറയുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന കേട്ട് അവരുടെ കുടുംബത്തെ, അവരുടെ തൊഴിലിനെ, അവരുടെ നിയോഗങ്ങളെ കർത്താവിന് സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പ്രകീർത്തിക്കപ്പെടുന്നത് സ്വർഗമാണ്, ദൈവമാണ്. വിശുദ്ധ പൗലോസ് റോമാക്കാരോട് പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാനും ദൈവത്തിന് നന്ദി പറയുക. നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് മക്കളെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഒരുക്കണമേ. ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലൂടെ എല്ലാ കെട്ടുകൾ പൊട്ടിക്കാൻ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം, ശക്തിപ്പെടുത്തണം. തലയുടെ മേല്, ശരീരത്തിൻ്റെ മേല്, സമ്പത്തിൻ്റെ മേല്, ആരോഗ്യത്തിൻ്റെ മേല് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ജീവദായകന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖേലിൻ്റെയും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ദാനമായി എൻ്റെ ദൈവം നൽകിയ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ടും എല്ലാ തിന്മയുടെ ശക്തികളോടും എല്ലാ പൈശാചിക ശക്തികളോടും കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, ദുഷ്ടാത്മ സംഘങ്ങളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ, ഈ വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ
മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെ, ശാപങ്ങളെ, കൈവശ ശക്തികളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയിൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ബാധകള്, തിന്മകള്, രോഗങ്ങള്, അസ്വസ്ഥതകള് യേശുനാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. മന്ത്രവാദങ്ങള് ഒഴിഞ്ഞു പോകട്ടെ. സർപ്പദോഷങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ. നാരകീയ ശക്തികൾ ഒഴിഞ്ഞു പോകട്ടെ. പൈശാചിക പീഡകൾ യേശുനാമത്തിൽ ഒഴിഞ്ഞു പോകട്ടെ. കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, തകിടുകൾ, തൊഴിൽ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, സമ്പത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, കുടുംബ തടസ്സങ്ങൾ, ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അത്ഭുതകരമായ വിടുതൽ യേശുവിൻ്റെ നാമത്താൽ, അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ്റെ നാമത്താൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.